തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ അമ്പൂരിയിൽ മഴക്കാലങ്ങളിൽ മാത്രം സജീവമാകുന്ന ചില ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അവയിലൊന്നാണ് വെള്ളറട നിന്നും കുടപ്പനമൂട് വാഴിച്ചൽ റോഡിലൂടെ നെടുമങ്ങാട് പോകുന്ന വഴിയിലെ മാടശ്ശേരി വെള്ളച്ചാട്ടം. നെടുമങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോൾ റോഡിലെ മാടശ്ശേരി പാലത്തിന് വലതുവശത്തായി തട്ടുതട്ടുകളായി താഴേക്ക് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടം കാണാൻ കഴിയും. ഇവിടെ നിന്നും മുകളിലേക്ക് കയറിപ്പോകുന്ന ചെറിയ റോഡിലൂടെ മുന്നോട്ട് പോയി വലതുവശത്തേക്ക് നടന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ചുകൂടി ഉയർന്ന ഒരു ഭാഗത്ത് എത്തിച്ചേരാം. ഇവിടെ സുരക്ഷിതമായി ഇറങ്ങി കുളിക്കാൻ കഴിയും. ഇവിടെ നിന്നും താഴേക്ക് തട്ടുതട്ടുകളായി വെള്ളം ഒഴുകിയിറങ്ങുന്ന കാഴ്ച അതിമനോഹരമാണ്. താഴെ ദൂരെയായി റോഡിലെ മാടശ്ശേരി പാലം ഇവിടെ നിന്നും നോക്കുമ്പോൾ കാണാം. വെള്ളച്ചാട്ടത്തിലിറങ്ങി മറുകരയിലെത്തി അവിടെ നിന്നും പിന്നെയും മുകളിലേക്ക് നടന്നു പോയാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരും. ഇനിയും മുകളിലേക്ക് നടന്നു പോകാൻ കഴിയും. പല അടുക്കുകളായി താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ഇത്. മാടശ്ശേരി വെള്ളച്ചാട്ടം ഏറ്റവും സുന്ദരമായി തോന്നിയത് ഇവിടെയാണ്. വലിയൊരു പാറയുടെ മുകളിൽ നിന്നും വെള്ളം കുത്തനെ താഴേക്ക് പതിക്കുന്നു. മഴ പെയ്യുന്നു. ഒപ്പം വെള്ളച്ചാട്ടത്തിൽ നിന്നും തെറിച്ചു വരുന്ന ജലകണങ്ങൾ. നല്ല തണുപ്പ്. ഇവിടെ പാറകൾക്ക് നല്ല വഴുക്കലാണ്. അതിനാൽ അതിലൊന്നും കയറാതിരിക്കുന്നതാണ് നല്ലത്. മഴക്കാലങ്ങളിൽ മാത്രമാണ് ഈ വെള്ളച്ചാട്ടം അത്രയും സുന്ദരമായി കാണപ്പെടുന്നത്. സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അറിയാമെങ്കിൽ മഴക്കാലങ്ങൾ മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റാം എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. അവിടെ നിന്നും നേരെ പോയത് കുമ്പിച്ചൽ കടവ് എന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. നെയ്യാർ ഡാമിൻ്റെ ജലസംഭരണി നിർമ്മാണത്തെ തുടർന്ന് അഗസ്ത്യമലയുടെ താഴ്വരയിൽ കരിപ്പയാറിന് നടുവിൽ തുരുത്തായി മാറിയ തൊടുമല ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കപ്പെട്ട ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ ഒരു പാലമാണ് ഇവിടുത്തെ ആകർഷണം. 7 സ്പാനുകളിൽ 253 മീറ്റർ നീളത്തിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും നോക്കുമ്പോൾ വരമ്പതി മലനിരകൾ പൂർണ്ണമായും കാണാൻ കഴിയും. ആ മലനിരകളിലെ എല്ലാ മലകളിലേക്കും പല പ്രാവശ്യം ഞാൻ നടന്നു കയറിയിട്ടുണ്ട്. മഴക്കാലത്ത് മാത്രം സജീവമാകുന്ന ഇനിയും 2 വെള്ളച്ചാട്ടങ്ങൾ കൂടി ഇവിടെ അമ്പൂരിയിൽ ഉണ്ട്. ആ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ.